എഡ്യൂക്കേഷൻ അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള PSCയുടെ വരുന്ന പരീക്ഷകൾക്കായിട്ട് തയ്യാറാക്കിയ പ്രധാനപ്പെട്ട 50 ചോദ്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഭൂമിയിലെ ഏറ്റവും ആഴം കൂടിയ പ്രദേശം. ഭൂമിയിലെ ഏറ്റവും ആഴം കൂടിയ പ്രദേശം മറിയാന ഗർത്തം. മറിയാന ഗർത്തമാണ് ഭൂമിയിലെ ഏറ്റവും ആഴം കൂടിയ പ്രദേശം. ഏറ്റവും വലിയ നക്ഷത്ര സമൂഹം. ഏറ്റവും വലിയ നക്ഷത്ര സമൂഹം ഹൈഡ്ര. ഹൈഡ്രയാണ് ഏറ്റവും വലിയ നക്ഷത്ര സമൂഹം. ഭൂമിയിലെ പാളികളിൽ മധ്യത്തേത്. ഭൂമിയിലെ പാളികളിൽ മധ്യത്തേത് മാൻഡിൽ. മാൻഡിലാണ് ഭൂമിയിലെ പാളികളിൽ മധ്യത്തേത്. ബാക്ടീരിയയെ കണ്ടുപിടിച്ചത്. ബാക്ടീരിയയെ കണ്ടുപിടിച്ചത് ആന്റണി വാൻ ലീവൻഹോക്ക്. ആന്റണി വാൻ ലീവൻഹോക്കാണ് ബാക്ടീരിയയെ കണ്ടുപിടിച്ചത്. ഇന്ത്യയിൽ ആദ്യമായി ടെലിവിഷൻ കേന്ദ്രം ആരംഭിച്ച വർഷം. ഇന്ത്യയിൽ ആദ്യമായി ടെലിവിഷൻ കേന്ദ്രം ആരംഭിച്ച വർഷം 1959. 1959 ഇന്ത്യയിൽ ആദ്യമായി ടെലിവിഷൻ കേന്ദ്രം ആരംഭിച്ചത്. കൊച്ചി ഭരണം ഡച്ചുകാർ കൈയടക്കിയത് ഏതു വർഷത്തിൽ? കൊച്ചി ഭരണം ഡച്ചുകാർ കൈയടക്കിയത് ഏതു വർഷത്തിലാണ്? AD 1663. AD 1663 കൊച്ചി ഭരണം ഡച്ചുകാർ കൈയടക്കിയത്. ഇന്ത്യയിൽ സായുധ സേനകളുടെ സുപ്രീം കമാൻഡർ. ഇന്ത്യയിൽ സായുധ സേനകളുടെ സുപ്രീം കമാൻഡർ പ്രസിഡന്റ്. ഇന്ത്യയിൽ സായുധ സേനകളുടെ സുപ്രീം കമാൻഡർ പ്രസിഡന്റാണ്. ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം. ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം കൊൽക്കത്ത. കൊൽക്കത്തയാണ് ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം. ഇന്ത്യയിൽ ആദ്യത്തെ തദ്ദേശീയമായ നിശബ്ദ സിനിമ. ഇന്ത്യയിൽ ആദ്യത്തെ തദ്ദേശീയമായ നിശബ്ദ സിനിമ രാജ ഹരിശ്ചന്ദ്ര. രാജ ഹരിശ്ചന്ദ്രയാണ് ഇന്ത്യയിൽ ആദ്യത്തെ തദ്ദേശീയമായ നിശബ്ദ സിനിമ. ബച്ചാവത്ത് റിപ്പോർട്ട് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബച്ചാവത്ത് റിപ്പോർട്ട് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പത്രപ്രവർത്തകരുടെ വേതനം. പത്രപ്രവർത്തകരുടെ വേതനവുമായിട്ടാണ് ബച്ചാവത്ത് റിപ്പോർട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ക്ഷേത്ര സമുച്ചയം. ലോകത്തിലെ ഏറ്റവും വലിയ ക്ഷേത്ര സമുച്ചയം അങ്കോർ വാട്ട്. അങ്കോർ വാട്ടാണ് ലോകത്തിലെ ഏറ്റവും വലിയ ക്ഷേത്ര സമുച്ചയം. ഈർപ്പം അളക്കുന്നതിനുള്ള ഉപകരണം. ഈർപ്പം അളക്കുന്നതിനുള്ള ഉപകരണം ഹൈഗ്രോമീറ്റർ. ഹൈഗ്രോമീറ്റർ ആണ് ഈർപ്പം അളക്കുന്നതിനുള്ള ഉപകരണം. ഇന്ത്യൻ ബഡ്ജറ്റിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഇന്ത്യൻ ബഡ്ജറ്റിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് PC മഹലനോബിസ്. PC മഹലനോബിസ് ആണ് ഇന്ത്യൻ ബഡ്ജറ്റിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. 1959 സ്ഥാപിതമായ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ എവിടെയാണ്? 1959 സ്ഥാപിതമായ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ എവിടെയാണ്? ന്യൂഡൽഹി. ന്യൂഡൽഹിയിലാണ് 1959 സ്ഥാപിതമായ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ആദ്യത്തെ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനമായ ട്രാവൻകൂർ ലേബർ അസോസിയേഷൻ സ്ഥാപിച്ചത്. കേരളത്തിലെ ആദ്യത്തെ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനമായ ട്രാവൻകൂർ ലേബർ അസോസിയേഷൻ സ്ഥാപിച്ചത് PK ബാവ. PK ബാവയാണ് കേരളത്തിലെ ആദ്യത്തെ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനമായ ട്രാവൻകൂർ ലേബർ അസോസിയേഷൻ സ്ഥാപിച്ചത്. നൊബേൽ സമ്മാനം നേടിയ ആദ്യത്തെ ഭാരതീയൻ. നൊബേൽ സമ്മാനം നേടിയ ആദ്യത്തെ ഭാരതീയൻ രവീന്ദ്രനാഥ് ടാഗോർ. രവീന്ദ്രനാഥ് ടാഗോറാണ് നൊബേൽ സമ്മാനം നേടിയ ആദ്യത്തെ ഭാരതീയൻ. ആദ്യത്തെ കേന്ദ്ര വനിതാ ക്യാബിനറ്റ് മന്ത്രി. ആദ്യത്തെ കേന്ദ്ര വനിതാ ക്യാബിനറ്റ് മന്ത്രി രാജ്കുമാരി അമൃത് കൗർ. രാജ്കുമാരി അമൃത് കൗറാണ് ആദ്യത്തെ കേന്ദ്ര വനിതാ ക്യാബിനറ്റ് മന്ത്രി. ഐസ് പ്ലാന്റുകളിൽ ഉപയോഗിക്കുന്ന വാതകം. ഐസ് പ്ലാന്റുകളിൽ ഉപയോഗിക്കുന്ന വാതകം അമോണിയ. അമോണിയയാണ് ഐസ് പ്ലാന്റുകളിൽ ഉപയോഗിക്കുന്ന വാതകം. ഇന്ത്യയിൽ ധീരതയ്ക്കുള്ള പരമോന്നത സൈനിക ബഹുമതി. ഇന്ത്യയിൽ ധീരതയ്ക്കുള്ള പരമോന്നത സൈനിക ബഹുമതി പരമവീരചക്രം. പരമവീരചക്രമാണ് ഇന്ത്യയിൽ ധീരതയ്ക്കുള്ള പരമോന്നത സൈനിക ബഹുമതി. ശ്രീ ഭട്ടാരകൻ എന്നും അറിയപ്പെട്ടത്. ശ്രീ ഭട്ടാരകൻ എന്നും അറിയപ്പെട്ടത് ചട്ടമ്പി സ്വാമികൾ. ചട്ടമ്പി സ്വാമികളാണ് ശ്രീ ഭട്ടാരകൻ എന്നും അറിയപ്പെട്ടത്. കേരളത്തിൽ ആദ്യത്തെ കത്തോലിക്ക സംസ്കൃത ഹൈസ്കൂൾ ആരുടെ നേതൃത്വത്തിലായിരുന്നു? കേരളത്തിൽ ആദ്യത്തെ കത്തോലിക്ക സംസ്കൃത ഹൈസ്കൂൾ ആരുടെ നേതൃത്വത്തിലായിരുന്നു? ചാവറ കുര്യാക്കോസ് ഏലിയാസ്. കേരളത്തിൽ ആദ്യത്തെ കത്തോലിക്ക സംസ്കൃത ഹൈസ്കൂൾ ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ്റെ നേതൃത്വത്തിലായിരുന്നു. കേരളത്തിൽ കാണപ്പെടുന്ന മണ്ണിനങ്ങളിൽ ഭൂരിഭാഗം പ്രദേശത്തും കാണപ്പെടുന്നത്. കേരളത്തിൽ കാണപ്പെടുന്ന മണ്ണിനങ്ങളിൽ ഭൂരിഭാഗം പ്രദേശത്തും കാണപ്പെടുന്നത് ലാറ്ററൈറ്റ്.
ലാറ്ററൈറ്റ് മണ്ണാണ് കേരളത്തിൽ കാണപ്പെടുന്ന മണ്ണിനങ്ങളിൽ ഭൂരിഭാഗം പ്രദേശത്തും കാണപ്പെടുന്നത്. ആദ്യത്തെ കൃത്രിമ പഞ്ചസാര സാക്കറിൻ ആണ് ആദ്യത്തെ കൃത്രിമ പഞ്ചസാര. പെട്രോളിയത്തിൽ നിന്ന് ആദ്യമായി മണ്ണെണ്ണ വേർതിരിച്ചെടുത്തത് എബ്രഹാം ജസ്നർ ആണ് പെട്രോളിയത്തിൽ നിന്ന് ആദ്യമായി മണ്ണെണ്ണ വേർതിരിച്ചെടുത്തത്. അമൃതവാണി എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് ആഗമാനന്ദ സ്വാമികളാണ് അമൃതവാണി എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത്. വഞ്ചിപ്പാട്ടിൻ്റെ ഈണത്തിൽ കുമാരനാശാൻ രചിച്ച കാവ്യം കരുണയാണ് വഞ്ചിപ്പാട്ടിൻ്റെ ഈണത്തിൽ കുമാരനാശാൻ രചിച്ച കാവ്യം. മലയാളത്തിലെ പ്രകൃതിയുടെ കവി എന്നറിയപ്പെട്ടത് ഇടശ്ശേരിയാണ് മലയാളത്തിലെ പ്രകൃതിയുടെ കവി എന്നറിയപ്പെട്ടത്. എൻ്റെ പൂർവ്വകാല സ്മരണകൾ എന്ന പുസ്തകം രചിച്ചത് എ കെ ഗോപാലനാണ് എൻ്റെ പൂർവ്വകാല സ്മരണകൾ എന്ന പുസ്തകം രചിച്ചത്. ലണ്ടനിൽ നിയമബിരുദം നേടിയ കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താവ് കെ പി കേശവമേനോനാണ് ലണ്ടനിൽ നിയമബിരുദം നേടിയ കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താവ്. കോടതിയിൽ ഹാജരാകുന്നതിൽ നിന്ന് തിരുവിതാംകൂർ രാജാക്കന്മാർ ഒഴിവാക്കിയിരുന്ന ഏക വ്യക്തി ശ്രീനാരായണ ഗുരുവായിരുന്നു കോടതിയിൽ ഹാജരാകുന്നതിൽ നിന്ന് തിരുവിതാംകൂർ രാജാക്കന്മാർ ഒഴിവാക്കിയിരുന്ന ഏക വ്യക്തി. ആശാൻ സ്മാരക കവിതാ പുരസ്കാരത്തിന് അർഹയായ ആദ്യ വനിത സുഗതകുമാരിയാണ് ആശാൻ സ്മാരക കവിതാ പുരസ്കാരത്തിന് അർഹയായ ആദ്യ വനിത. ഇളയെഴുത്ത് സ്വരൂപത്തിൻ്റെ ആസ്ഥാനം ഏതായിരുന്നു? കൊട്ടാരക്കരയായിരുന്നു ഇളയെഴുത്ത് സ്വരൂപത്തിൻ്റെ ആസ്ഥാനം. മയ്യഴിയെ ഫ്രഞ്ച് ഭരണത്തിൽ നിന്ന് മോചിപ്പിച്ച വർഷം 1954. 1954 മയ്യഴിയെ ഫ്രഞ്ച് ഭരണത്തിൽ നിന്ന് മോചിപ്പിച്ചത്. ടോർച്ചിൽ ഉപയോഗിക്കുന്ന ദർപ്പണം കോൺകേവ് മിററാണ് ടോർച്ചിൽ ഉപയോഗിക്കുന്ന ദർപ്പണം. പാലിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാര ലാക്ടോസ് ആണ് പാലിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാര. ഇന്ത്യൻ ഭരണഘടനയിൽ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് 5 മുതൽ 11 വരെ. ഇന്ത്യൻ ഭരണഘടനയിൽ 5 മുതൽ 11 വരെയാണ് പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. പെട്രോളിയം രൂപം കൊള്ളുന്ന ശില അവസാദശിലയിലാണ് പെട്രോളിയം രൂപം കൊള്ളുന്നത്. ദ്രാവകത്തുള്ളികൾ ഗോളാകൃതി പ്രാപിക്കാൻ കാരണം പ്രതലബലം മൂലമാണ് ദ്രാവകത്തുള്ളികൾ ഗോളാകൃതി പ്രാപിക്കുന്നത്. ഖരാവസ്ഥയിലുള്ള സ്നേഹകം ഗ്രാഫൈറ്റ് ആണ് ന്യൂനതയാണ്. ഹൈപ്പർ മെട്രോപ്പിയ ഏത് അവയവത്തെ ബാധിക്കുന്ന ന്യൂനതയാണ്? കണ്ണ്. ഹൈപ്പർ മെട്രോപ്പിയ കണ്ണിനെ ബാധിക്കുന്ന ഒരു ന്യൂനതയാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കനാൽ ഇന്ദിരാഗാന്ധി കനാൽ. മുമ്പ് അറിയപ്പെട്ടിരുന്നത് രാജസ്ഥാൻ കനാൽ എന്നാണ്. ഇന്ദിരാഗാന്ധി കനാലാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കനാൽ. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ വന്ധ്യവയോധിക എന്ന് വിളിക്കപ്പെട്ടതാര്? ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ വന്ധ്യവയോധിക എന്ന് വിളിക്കപ്പെട്ടത് ആനി ബസന്റ് ആണ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ വന്ധ്യവയോധിക എന്ന് വിളിക്കപ്പെട്ടത്. നീൽ ദർപ്പൺ ഏതുതരം രചനയാണ്? നാടകമാണ്. കരിമുണ്ട ഏതിനം കാർഷിക വിളയാണ്? കുരുമുളക്. വാട്ടർ ഗ്ലാസ് എന്നറിയപ്പെടുന്നത് സോഡിയം സിലിക്കേറ്റ് ആണ്. വോഡ്ക നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് ഉരുളക്കിഴങ്ങാണ് വോഡ്ക നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത്. ഭക്ഷണപദാർത്ഥങ്ങൾക്ക് പുളിരുചി കിട്ടാൻ ഉപയോഗിക്കുന്ന രാസവസ്തു
പുളിരുചി കിട്ടാൻ ഉപയോഗിക്കുന്ന രാസവസ്തു ഫോസ്ഫോറിക് ആസിഡ്. ഫോസ്ഫോറിക് ആസിഡാണ് ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് പുളിരുചി കിട്ടാൻ ഉപയോഗിക്കുന്ന രാസവസ്തു. വിമാനത്തിലെ ജനലുകൾ നിർമ്മിക്കുന്ന പ്ലാസ്റ്റിക്. വിമാനത്തിലെ ജനലുകൾ നിർമ്മിക്കുന്ന പ്ലാസ്റ്റിക് പ്ലെക്സിഗ്ലാസ്. പ്ലെക്സിഗ്ലാസ് ആണ് വിമാനത്തിലെ ജനലുകൾ നിർമ്മിക്കുന്ന പ്ലാസ്റ്റിക്. മത്സ്യം അഴുകിപ്പോകാതിരിക്കാൻ ഉപയോഗിക്കുന്ന രാസപദാർത്ഥം. മത്സ്യം അഴുകിപ്പോകാതിരിക്കാൻ ഉപയോഗിക്കുന്ന രാസപദാർത്ഥം ഫോർമാൽഡിഹൈഡ്. ഫോർമാൽഡിഹൈഡാണ് മത്സ്യം അഴുകിപ്പോകാതിരിക്കാൻ ഉപയോഗിക്കുന്ന രാസപദാർത്ഥം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ലിഗ്നൈറ്റ് നിക്ഷേപം കാണപ്പെടുന്ന സ്ഥലം. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ലിഗ്നൈറ്റ് നിക്ഷേപം കാണപ്പെടുന്ന സ്ഥലം നെയ്വേലി. തമിഴ്നാട്ടിലെ നെയ്വേലിയിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ലിഗ്നൈറ്റ് നിക്ഷേപം കാണപ്പെടുന്നത്. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.